മെയ് 15 ഈസ്റ്ററിൻ്റെ 7-ാം ആഴ്ചയിലെ ബുധനാഴ്ച. യോഹന്നാൻ 17-ാം അധ്യായം 11 മുതൽ 19 വരെ വാക്യങ്ങൾ. സാധാരണയായി നമ്മൾ യേശുവിനോട് പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥന ഒരു സമ്മാനവും അനുഗ്രഹവുമാണ്. എനിക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഞാൻ വ്യക്തിപരമായി അനുഗ്രഹിക്കുന്നു. കൂടാതെ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഓർക്കാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ അത് കരുതുന്നു. പ്രാർത്ഥന ശ്രദ്ധേയമായ ഒരു സമ്മാനമാണ്. കാരണം അത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്കായി നമ്മുടെ വാഗ്ദാനങ്ങൾ തുറക്കുന്നു. നമ്മെയും നമ്മൾ പ്രാർത്ഥിക്കുന്നവരെ സഹായിക്കാൻ നമ്മൾ ദൈവത്തെ ക്ഷണിക്കുകയാണ്. എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കുന്നു. അതിനർത്ഥം നാം പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴോ വളരെ അത്ഭുതകരമായ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നതാണ്. അതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുക എന്നതിനേക്കാൾ ഉപരി യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നറിയുന്നത് അതിശയകരമല്ലേ? ഒരു നിമിഷം അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. യേശു യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിലും വലിയ സമ്മാനം വേറെന്തുണ്ട്? ഭൂമിയിൽ തൻ്റെ സമയം കുറവാണെന്ന് യേശു മനസ്സിലാക്കിയിരുന്നു. താൻ വിട്ടുപോകാനിരിക്കുന്ന ആളുകളെക്കുറിച്ച് അവിടത്തേക്ക് ആശങ്കയുണ്ട്. അവരെ തൻ്റെ നാമത്തിൽ സൂക്ഷിക്കാൻ യേശു പിതാവിനോട് ആവശ്യപ്പെടുന്നു. തൻ്റെ ആട്ടിൻകൂട്ടത്തോടൊപ്പം ഇല്ലാതിരിക്കുമ്പോൾ അവരെ സംരക്ഷിക്കപ്പെടാനും സുരക്ഷിതരാകാനും യേശു ആഗ്രഹിക്കുന്നു. എത്ര കരുതലും സ്നേഹവുമുള്ള ഇടയനാണ് നമുക്കുള്ളത്. ഇന്നത്തെ വായനയിൽ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശത്തിനായി യേശു പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടുന്ന് പറയുന്നു, അവരെ സത്യത്തിൽ വിശുദ്ധീകരിക്കുക. 2 പ്രധാന പദങ്ങളാണ് ഇവിടെ. വിശുദ്ധീകരിക്കുക, സത്യത്തിൽ. എന്താണ് വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ? വേറിട്ട് നിൽക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ലോകത്തിൽപ്പെട്ടവരല്ല. യേശു ഈ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ ഈ പ്രാർത്ഥനയിൽ നാമും പറയുന്നു, നാം ലോകത്തിൻ്റേതല്ല. എന്നാൽ ലോകത്തിലേക്ക് അയക്കപ്പെട്ടവരാണെന്നും അവിടുന്ന് പറയുന്നു. അതിനാൽ ലോകത്തിലേക്ക് അയക്കപ്പെടുന്നതിന് വേണ്ടി നാം ലോകത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. രണ്ടാമത്തെ വാക്ക് സത്യം എന്നതാണ്. അവരെ സത്യത്തിൽ വേർതിരിക്കുക യേശു പ്രാർത്ഥിക്കുന്നു. നമ്മൾ ലോകത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ലൈഫ് ബോട്ടിലേക്ക് നാം ഉയർത്തപ്പെടുകയാണ്. എന്നാൽ എന്താണ് സത്യം? നമ്മൾ ജീവിക്കുന്നത് ഒരു സത്യാനന്തര ലോകത്തിലാണെന്ന് പറയപ്പെടുന്നു. ഇന്നത്തെ കാലത്തെ മുദ്രാവാക്യം നിങ്ങളുടെ സത്യം ജീവിക്കുക എന്നതാണ്. എന്നാൽ യേശു ഇതിനോട് യോജിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വാസ്തവത്തിൽ ഈ പ്രാർത്ഥനയിൽ യേശു പറയുന്നത് സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ എന്നാണ്. എന്താണ് സത്യം? ദൈവത്തിൻ്റെ വചനമാണ് സത്യം.
ദൈവവചനം സത്യമാണ്. സത്യത്തിനായുള്ള നമ്മുടെ മാനദണ്ഡം ദൈവവചനമാണ്. യേശു ഇന്ന് തൻ്റെ സമാധാനവും സന്തോഷവും സത്യവും നമ്മോടൊത്ത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ദാനങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ തുറന്ന മനസ്സോടും ഹൃദയത്തോടും കൈകളോടും കൂടി യേശുവിൻ്റെ സാന്നിധ്യത്തിൽ അല്പനേരം ശാന്തമായി ഇരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. തീർച്ചയായിട്ടും അല്പം ക്ഷമയോടെ കാത്തിരിക്കുകയാണെങ്കിൽ യേശു വന്ന് നമുക്ക് വേണ്ട സമ്മാനം നൽകും. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.